എന്ത് തോന്നിയാസവും പറയുന്ന ഒരു നിലപാടിലേക്ക് ഒരു ഗവർണർ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് രാജ്യത്തിന്. അപ്പോൾ തികച്ചും തെറ്റായ നിലപാട് സ്വീകരിക്കുക, ജനാധിപത്യപരമായ മര്യാദകളൊന്നും പാലിക്കാതിരിക്കുക, കുട്ടികളെ ഉൾപ്പെടെ പ്രകോപിതമാക്കുക, എന്നിട്ട് സംഘർഷാത്മകമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ട് ഇവിടെ സമാധാനം തകർന്നിരിക്കുന്നു എന്ന് പ്രചരണം നടത്തുക, എല്ലാം ഗവർണറുടെ മനസ്സിലിരിപ്പാണ്. ആ മനസ്സിലിരിപ്പ് കൊണ്ട് അതാണ് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്നുള്ള തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് വേണ്ട. കേരളത്തിൽ ഒരു ക്രമസമാധാന നിലക്കും യാതൊരു പ്രശ്നവുമില്ല. വളരെ ഫലപ്രദമായി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രമസമാധാന നില ഉറപ്പുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. എന്നാൽ ഇവിടെ പ്രതിഷേധമൊക്കെ ഉണ്ടാകും. പ്രതിഷേധം വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പ്രതിഷേധിക്കാനുള്ള അവകാശം, ജനാധിപത്യ അവകാശമുണ്ട്. ആ അവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അതിന് മുഖ്യമന്ത്രിയുടെ ആജ്ഞയനുസരിച്ചാണ് SFI പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് തികഞ്ഞ തെറ്റായ ഒരു സമീപനമാണ്. അതിന് ഞാൻ പിന്നെ കുറേ പദങ്ങൾ ഉപയോഗിക്കുന്നില്ല. തെറ്റായ പറയുന്നു. പോലീസ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ SFIയുടെ ബാനർ കീറാൻ വേണ്ടി SP തന്നെ നേതൃത്വം നൽകുന്ന സാഹചര്യം അതൊരു ശരിയായ സമീപനമാണ്. SFI തന്നെ ആരോപിക്കുന്നത് ഗവർണർ അല്ല, ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവർണർ നേരിട്ട് ഇറങ്ങില്ലേ? എന്നിട്ട് ഗവർണർ നേരിട്ട് ഇറങ്ങിയിട്ട് അത് ഒരുക്കി ഇത് ഒരുക്കി എന്ന് പറയുന്ന നിലയിലേക്കല്ലേ അതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ തള്ളി മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ചിത്രമല്ലേ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്? എല്ലാവരും കണ്ടല്ലോ അത് ആ ചിത്രം. അപ്പോൾ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. ഗവർണർ തന്നെയാണ് അതിന് മുമ്പിൽ നിൽക്കുന്നത്. എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെയും മുമ്പിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളായിട്ട് ഇപ്പോൾ ഗവർണർ മാറിയിരിക്കുകയാണ്. ഗവർണർക്ക് തോന്നിയതുപോലെ പറയുക. അതാണിപ്പോൾ ബ്ലഡി കണ്ണൂർ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഏത് തെളിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്? കണ്ണൂർ പോലെയുള്ള ഒരു നാട്, ഏത് സംസ്ഥാനമായാലും, ഏത് പ്രദേശമായാലും, ഏത് ജില്ലയായാലും അതിനൊക്കെ അപമാനിക്കാൻ ഗവർണർക്ക് എന്താ അവകാശം? അപ്പോൾ എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ഉണ്ട് എന്നുള്ള ധാരണയാണ്. അതിന് പിന്നിൽ RSS BJP സംവിധാനം തന്നെയാണ്. അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റിയുടെ ഗവർണർക്കെതിരായ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഒപ്പം കണ്ണൂരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഗവർണർ നടത്തിയ പരാമർശത്തിലുള്ള പ്രതിഷേധവും അറിയിക്കുന്നുണ്ട്.